റൂമിന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വെക്കേറ്റ് ചെയ്തു. നമ്മുടെ ട്രെയിന് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. S5 ആണ് കമ്പാർട്ട്മെൻറ്റ്. പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഞങ്ങൾ S5 ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടാവും. എല്ലടി ബ്ലർഡടി. ആ ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ നമ്പർ S5. അങ്ങനെ ഞങ്ങൾ S5 കമ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗത്ത് എത്തിയിരുന്നു. ഞങ്ങൾ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. ട്രെയിന് കറക്റ്റ് ടൈമിനാണ് പറഞ്ഞത്. വന്നിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ ഈ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നല്ലോ. കുറച്ച് ബൊമ്മ, നിങ്ങൾ ഞെട്ടും. കുറച്ച് ബൊമ്മ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഫുഡ് ഉണ്ട്. സുണ്ടൻ വെള്ളം വാങ്ങിക്കാൻ പറഞ്ഞല്ലേ ഇവിടെ എത്ര ഉണ്ട് ആ ബോട്ടിൽ? കുറച്ചല്ല, കുറച്ച് കൂടുതലുണ്ട്. ഇല്ലല്ലോ, മുക്കാലുണ്ടാവും. ഇനി പോയി വാങ്ങണമെങ്കിൽ ഇവിടെ ഒന്നും കാണാനില്ലടി. ശരി എന്നാ ഞങ്ങളുടെ ബസ് ട്രെയിനിൽ കയറിയിട്ട് അറിയാം. മിഡിലും അപ്പുറമാണ് ഞങ്ങൾക്ക്. നമ്മുടെ അപ്പറിലും എൻ്റെയാണ് അപ്പുറം സീറ്റ്. നേരത്തെ എൻ്റെ ആയിരുന്നു സീറ്റ്. പിന്നെ പാവം കുട്ടികളെ വിചാരിച്ചിട്ട് ഞാൻ കൊടുത്താണ്. പിന്നെ വളരെ സേഫ് അല്ല എങ്ങോട്ട് പോകാൻ. ഞാൻ ഈ കുട്ടിയൊന്നും അറിയാണ്ട് ഏത് ഭാഗത്താ ടോയ്ലറ്റ് ആ സൈഡ് പോണോ ഈ സൈഡ് പോണോ? അപ്പൊ ഞാൻ പറഞ്ഞു 2 സൈഡും ടോയ്ലറ്റ് ഉണ്ട് പറഞ്ഞു കൊടുത്തു. എനിക്ക് 2 സൈഡും ഉണ്ടെന്ന് എനിക്കറിയാം. ആ സൈഡ് പോണോ ഈ സൈഡ് പോണോ തള്ള പുട്ടാണോ? തഞ്ചാവൂർ. നീ ഇന്ന് പുട്ടാണ് കഴിച്ചത്? അല്ല, നീ ഞാൻ കഴിച്ചൊക്കെ തന്നെ. ഇന്നാണ് തഞ്ചാവൂർ ജംഗ്ഷൻ. നീ ഞാൻ കഴിക്കാൻ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. കഴിച്ചു. നീ ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ കഴിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എന്തായിരുന്നു ആ സംഭവം. നീ ഫുഡ് കഴിക്കേണ്ട പുട്ടല്ല കഴിച്ചത്. ഞാൻ നാരങ്ങ ചോറ്, ലെമൺ റൈസ്, ലെമൺ സാദമാണ് ഞാൻ കഴിച്ചത്. ലെമൺ എന്താ തമിഴിൽ പറയാ? അതല്ല, നാരങ്ങ. അറിയില്ല, ഓർമ്മ. അത് നോക്ക്, എന്താ ലെമണിന് പറയാ? ലെമണിന്റെ പേര് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. എലുമ്പിച്ചമ്പഴം. അങ്ങനെ തന്നെ ഞാനും പറഞ്ഞത്. പിന്നെ വേറെന്താണ് പറഞ്ഞത്? എലുമ്പിച്ചമ്പഴം. ഇതാണല്ലോ വന്നിരിക്കുന്നത്. വേർത്തു. നല്ല ചൂടുണ്ട് ഇവിടെ. എലുമ്പിച്ചമ്പഴം ഞാൻ പറഞ്ഞ എന്താ നോക്കാം ഒന്നുകൂടെ. നീ റെക്കോർഡ് ആവുന്നു. ഓക്കെ, ബൈ. ടയർഡായോ സുഖു? എങ്ങനെയുണ്ടായിരുന്നു തഞ്ചാവൂർ ട്രിപ്പ്? അടിപൊളി കാഴ്ച. പക്ഷേ ആ കോവിലിൽ പോയപ്പോൾ എന്താണെന്ന് അറിഞ്ഞ ഞങ്ങൾ പറയാം, ഇപ്പം തന്നെ പറയാം അല്ലേ? ആക്ച്വലി ഞങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. നീ അവിടെ നിന്ന് പിടിക്കുക, എനിക്ക് കൈ വെച്ചു. അതായത് നമ്മുടെ വീഡിയോസ് നമ്മുടെ തഞ്ചാവൂർ ട്രിപ്പ് ഇപ്പോൾ ഇന്ന് എന്താവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അറിയാത്തൊരു പ്ലേസ്, അറിയാത്ത കൾച്ചർ, ലാംഗ്വേജ് ഒപ്പിച്ചു. ഇവിടെ വരുമ്പോൾ നന്നായിട്ട് തമിഴ് സംസാരിക്കും. തമിഴ് മനസ്സിലാവും. പക്ഷെ വരുമ്പോൾ എന്തായാലും മലയാളമാണ് വരുന്നത്. അതെ, നമുക്കൊരു മലയാളം ടച്ച് വന്നു. എനിക്ക് മലയാളം ടച്ചൊക്കെ വന്നു. പക്ഷെ എന്നാലും തമിഴ് കയറിയപ്പോൾ കുറച്ച് തമിഴ് വന്നു. കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു മീൻസ് തമിഴ് പറയുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. ട്രിപ്പ് അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞങ്ങൾ 2 ദിവസത്തെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 പോയി വരുമ്പോൾ എന്നുള്ളത് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. ബുക്കിംഗ് ചെയ്യുമ്പോഴും റൂമൊക്കെ അങ്ങനെ ബുക്ക് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ മ്യൂസിയം ഏരിയ അവിടെയൊക്കെ കവർ ചെയ്തു. പിന്നെ ഒരു ടെമ്പിളിൻ്റെ ഏരിയയൊക്കെ കവർ ചെയ്തു. ഈവനിങ് നമ്മൾ മ്യൂസിയം അത്യാവശ്യം കാണാനുണ്ടായിരുന്നു. വെറുത്തായിരുന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂർ കാണാനായിരുന്നു. 3-4 മണിക്കൂർ. പിന്നെ വിഷ്വൽ ഓഡിയോ അതെല്ലാം നമ്മൾ ഈ തമിഴ്നാടിൻ്റെ കൾച്ചർ കാണിക്കുന്നത് അത് കണ്ടപ്പോഴായിരുന്നു നമുക്ക് കൂടുതൽ മനസ്സിലായത്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കി സെക്യൂരിറ്റി വന്ന് പറ്റില്ല എന്നുള്ളത് വീഡിയോ നിർത്തി. അതിൻ്റെ കണ്ടിന്യൂവേഷൻ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് അടുത്ത ദിവസം ഞങ്ങൾ തഞ്ചാവൂരിലോട്ട് പോയപ്പോൾ തഞ്ചാവൂർ പെരിയ കോവിലിലോട്ട് പോയപ്പോൾ രാവിലെ ഞങ്ങൾ ഗോൾഡൻ അവറിൽ പോകണം വിചാരിച്ച് നടന്നില്ല.
പോകാന്നുള്ള പ്ലാനിങ്ങിൽ സാരിയൊക്കെ റെഡിയാക്കി ഉടുപ്പിൽ തന്നെ തലേ ദിവസം നമ്മൾ കോട്ടൺ ചുരിദാറൊക്കെ പ്ലാൻ ചെയ്തു. ഇന്നത്തെ ദിവസം നമ്മൾ സാരിയിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ അത് ഉടുപ്പ് റെഡി ആകുമ്പോഴത്തേക്കും 7 മണി കഴിഞ്ഞു. ഞങ്ങളുടെ ടെമ്പിൾ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ആ ഗോൾഡൻ അവർ എൻഡ് ചെയ്യുന്ന സമയം 7:30 കറക്റ്റ് കാലുകുത്തി. ഫസ്റ്റ് ഷോട്ടൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിരുന്നു വീഡിയോ എടുക്കരുതെന്ന്. പിന്നെ ഞങ്ങൾ വ്ളോഗ് കണ്ട സമയത്തും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വീഡിയോ എടുത്തത് കണ്ടു കഴിഞ്ഞ് സെക്യൂരിറ്റി വന്നിട്ട് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യിക്കും, പ്രത്യേകിച്ച് മലയാളീസിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. കാരണം അവർക്ക് കാണുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ത്വര കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് വീഡിയോ. അപ്പോൾ ഞങ്ങൾ ശരി എന്നിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു. ശരി പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് വീണ്ടും പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കാശ്, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വന്ന് നമ്മൾ റീൽസൊക്കെ കണ്ട് ആക്ച്വലി നമ്മൾ റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ആ ഒരു ആർക്കിടെക്ചർ അത് ഓക്കെ, പക്ഷെ എന്നാലും വന്ന സ്ഥിതിക്ക് നമ്മൾ മെമ്മറിയാണ് ഈ വീഡിയോസൊക്കെ ഒരു മെമ്മറിയാണ്. കാരണം ആ ചോള രാജവംശം നീ ഇങ്ങനെ പറ ചോള മതി നീ ഇങ്ങോട്ട് ഇരിക്കും കുറച്ചു നേരം. ആക്ച്വലി ഞങ്ങൾ വന്നത് ഇവള് ഹിസ്റ്ററി അല്ലേ നീ പഠിച്ചത്? യെസ്, അവള് ഹിസ്റ്ററിയാണ്. എനിക്കിപ്പോൾ ഹിസ്റ്ററിയോട് ചെറിയ താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ആർക്കിടെക്ചറൊക്കെ കാണാനും ആ ഭംഗി ആസ്വദിക്കാനും, സത്യം പറഞ്ഞാൽ അത് കണ്ടത് തന്നെ നമ്മൾ വ്ളോഗിലും വീഡിയോസിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്കും അതേപോലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാരി കൊടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ സാരി നോക്കില്ല, നോർമൽ ചുരിദാറൊക്കെ വേറെ ചെയ്തിട്ട് പോയി. ഞങ്ങൾ ഈ സാരി എടുക്കുന്ന പരിപാടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് വിചാരിച്ചത്. ടെമ്പിൾ അടിപൊളി വൈബാണ്, കുറേ ടെമ്പിൾസ് കാണാനൊക്കെ നല്ല രസമായിരുന്നു. ഇന്നലെ കണ്ടപ്പം ആ ഒരു ലൈറ്റിങ്ങിൽ സൺസെറ്റില് ഫുൾ ലൈറ്റിങ്സ് ഒക്കെ ഒരു സെറ്റ് ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. മോർണിംഗ് ഇപ്പോൾ അതേ വൈബിൽ നമ്മൾ പോയതായിരുന്നു. ഇന്നലെ ഈവനിങ് ഒരു പിന്നെ നല്ല ചീത്ത പറയുന്നുണ്ട് വീഡിയോ എടുത്തതിനാണ് ആ ലേഡി അങ്ങോട്ടും തിരിച്ച് നന്നായി റൈസ് ചെയ്തു. ഒരു 3-4 സെക്യൂരിറ്റികൾ തമ്മിലുള്ള ഒരു അടി. ലാസ്റ്റ് കുറച്ച് നേരം അടി കഴിഞ്ഞതിന് ശേഷം അവർ പിരിഞ്ഞു. ആ പെണ്ണ് മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷെ നമ്മളടുത്ത് പറയുമ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ 2-3 പ്രാവശ്യം വാണിംഗ് തന്നു. 2 പ്രാവശ്യം വാണിംഗ് തന്നു. 3-ാമത്തെ പ്രാവശ്യം 2 പേരായിട്ട് വന്നിട്ട് ഞാൻ അടുത്ത് ഫോൺ എടുക്കുക. അത് നമ്മളെ മാത്രം നോട്ടീസ് ചെയ്ത പോലെ. ആക്ച്വലി കുറേ പേര് വീഡിയോ എടുക്കണ്ടായിരുന്നു, പക്ഷെ നമ്മളെ കുറച്ചും കൂടി കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവും. അങ്ങനെ അതല്ല, നമ്മൾ ഒരേ പോസ് തന്നെ 5-6 തവണ വീണ്ടും റീഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അത് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് വീഡിയോ ആണ്. കാരണം നമ്മൾ വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. അപ്പോൾ അത് കണ്ടു അവർ ഫോണ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഫോണ് കൊടുത്തു, എൻ്റെ ഫോണിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഫോണ് കൊടുത്തു. അപ്പം നമുക്ക് ഫോണിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെയായിരുന്നു നമ്മൾ നിൽക്കേണ്ടത്. കൈ വേദനിക്കേണ്ടി അതന്നെ ഞാൻ പറഞ്ഞു, കൈ വേദനിക്കേണ്ടത്. ഫോണിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെ ഞങ്ങൾ എവിടെ ഗാലറി, എവിടെ റീസൈക്കിൾ ബിന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ ആക്ട് ചെയ്തു. പക്ഷെ അത് പിടിച്ചു. ഇല്ല അവര് പക്ഷേ അവർ ആദ്യത്തെ വീഡിയോ നോക്കി. പക്ഷെ അതിനുശേഷം ഗാലറി മുഴുവൻ അവർ സെർച്ച് ചെയ്തിട്ട് പട്ടേ എല്ലാം സെലക്ട് ചെയ്ത് ഒറ്റ ഡിലീറ്റ്. അപ്പോഴത്തേക്കും ഈ കുട്ടി അവരുടെ മുമ്പ് വെച്ചിട്ട് എല്ലാം റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവില്ലേ, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു. റിക്കവർ ചെയ്യാൻ പറ്റില്ലേ അതും ചോദിച്ചു. റീസൈക്കിൾ ബിന്നിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതാണെങ്കിൽ അവർ അവിടെ തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം അവർക്ക് അത് അറിയാം. ഇല്ല, അവരെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല, അവർക്ക് അറിയാം. പിന്നെ അവർ പറഞ്ഞു ഇവിടെ ആക്ച്വലി വന്നിട്ട് അവർക്ക് നമ്മളോടൊരു പ്രശ്നമില്ല. അല്ല, അവർക്ക് നമ്മളോടൊരു പ്രശ്നമില്ല. വീഡിയോ എടുക്കണോണ്ട് ഒരു പ്രശ്നമില്ല. ഫോട്ടോസ് എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുത്തു, ലക്ഷക്കണക്കിന് ഫോട്ടോസ് എടുത്തു എന്നാണ് പറഞ്ഞത്. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. റീസൺ എന്താണെന്ന് ചോദിച്ചപ്പം കാരണം വേറെ കുറച്ച് ഗേൾസ് വന്നിട്ട് ഇവിടെ ഡപ്പാങ്കൂത്ത് ഡാൻസ് ഒക്കെ കളിച്ചു. അതും ശരിയല്ലാത്ത കോസ്റ്റ്യൂമും ബോറിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ടെമ്പിളിന്റെ ആ ഒരു വൈബിനെ ഇല്ലാണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് അവര് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. 4 പേരെ ജോലി പോയി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു വീഡിയോ വെറുതെ അങ്ങോട്ട് കൂടെ നടക്കണത് ഉല്ലാത്തനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അവസാനം അവരെല്ലാം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവര് റീസൈക്കിൾ പിന്നെ വരെ അവര് ഡിലീറ്റ് ചെയ്തു. വളരെ ഞങ്ങളുടെ ചങ്ക് തകർന്നു പോയി. നമ്മുടെ ജിസയിൽ പറയുന്നത് ചങ്ക് പൊട്ടിപ്പോയില്ല. അതിട്ട് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ അത് പൊട്ടി ഡിലീറ്റ് ചെയ്തു. അവർ മൊത്തം ഡിലീറ്റ് ചെയ്തു, എല്ലാം ഡിലീറ്റ് ചെയ്തു. ഫോട്ടോസ് മാത്രം വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സങ്കടമായി.
പിന്നെ ഞങ്ങളൊരു ഇരുത്തായിരുന്നു എന്താ ചെയ്യണ്ട് ഈ മാങ്ങ കളഞ്ഞു അങ്ങനെയല്ല, ദേഷ്യം വന്നു. അതായത് നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്ത പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോസ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ആര് വീഡിയോ എടുത്താലും ഞങ്ങളൊന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തോളാം. அப்போ உங்களை மாதிரி பொண்ணுங்க இருந்தால் ரொம்ப நல்லா இருக்கும். இப்படி தான் எல்லாரும் பண்ணணும், ஆனால் இப்படி யாருமே பண்ண മാട്ടാന്നൊക്കെ சொன்னேன். നമ്മളെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞിട്ടോ ഡിലീറ്റ് ആക്കിയപ്പോൾ. പക്ഷെ ഡിലീറ്റ് ആക്കിയപ്പോൾ ചങ്ക് തകർന്ന് അറിയുള്ളൂ. വല്ലാത്തൊരു ഈ ഭൂമി കിടന്ന് താഴേക്ക് പോണ അവസ്ഥയായിരുന്നു. കഷ്ടപ്പെട്ട് ഒരുങ്ങി റെഡി ആയിട്ടേ മേക്കപ്പ് കിട്ടുകണ്ട്. ശരി പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. പിന്നെ പക്ഷെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി. അത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തള്ളുന്നതായിരിക്കും. ഇൻസ്റ്റാ ID സുഹാന നെടിയങ്ങൽ പറഞ്ഞു. ബാക്കി ഓർമ്മയില്ല. ആതിരവി അതാണോ എൻ്റെ ഫുള്ള്? ഓക്കെ, അതെന്തോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആ വൈബൊക്കെ എൻജോയ് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ ട്രെയിൻ നോക്കുകയാണ്, ട്രെയിൻ വരുന്നുണ്ടോന്നേ. കാരണം ഞങ്ങളിങ്ങനെ വളരെ സംസാരിച്ച് ട്രെയിൻ എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ല. അമ്മ വിളിച്ചു പറയും അവിടെ ഇരുന്നോ. ഇതാ இன்னும் கொஞ்சம் நேரத்தில் அப்போ പിന്നെ ലേറ്റ് 20 സെക്കൻഡ് നേരത്തിൽ இன்னுം கொஞ்சം നേരം. ആക്ച്വലി 3/4 മണിക്കൂർ ലേറ്റ് ആണ്. 6:30 ട്രെയിൻ. 6:45 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ. പിന്നെ ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് പതുക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് ഫ്രഷപ്പ് ആയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത ശേഷം ഒരു 1:30 ആയപ്പോൾ 1:30 ഇറങ്ങിയത് 12:45 ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓട്ടോ അത് പറഞ്ഞില്ലേ, ഓട്ടോയിലൊക്കെ 1 മണിയാകുമ്പോഴത്തേന് ഇതൊക്കെ പറഞ്ഞു നമ്മൾ റൂം എടുത്ത കാര്യങ്ങൾ. 10:30 പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സുണ്ടലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സുട സുണ്ടൽ. ഇപ്പോൾ തണുത്ത സുണ്ടലായിരുന്നു. ചില്ല് സുണ്ടലായിരുന്നു. അത് പഠിച്ചല്ലോ. കുക്ക് വിത്ത് കോമഡി ഫാന്. എന്നിട്ട് ഒന്നും കണ്ടില്ല. അത് 2 വർഷമായി കണ്ടിട്ട്. ശിവാംഗി ഫാൻ. ശിവാംഗി. അശ്വിനും ശിവാംഗിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അശ്വിനും ഇവിടെ വായി നോക്കും, ശിവാംഗി അശ്വിനെ വായി നോക്കും. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ട്രെയിൻ റെക്കോർഡിംഗ് അല്ലേ ചേച്ചി? അപ്പം ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. ട്രെയിൻ തഞ്ചാവൂർ വരിക കേട്ടോ, എല്ലാവരും തഞ്ചാവൂർ വിസിറ്റ് ചെയ്യുക. പിന്നെ തലയാട്ടുമ്പമ്മ. ആക്ച്വലി ഞങ്ങൾക്ക് വീണ ഉണ്ടാക്കുന്ന സ്ഥലം മിസ്സായി. പിന്നെ പെയിന്റിങ്സ് ചെയ്യണ സ്ഥലം മിസ്സായി. അതായത് ആ ഗോൾഡൻ പെയിന്റിങ്സ് അവർ പറഞ്ഞത് 10 കിലോമീറ്റർ അപ്പുറത്ത്. ഇത് സിറ്റി ബോർഡിലാണ്. ഇവിടുത്തെ ഓട്ടോക്കാരോട് ചോദിക്കുമ്പോൾ എന്താ പ്രത്യേകിച്ച് അവർ പറഞ്ഞു തരില്ല. അടുത്തുള്ള സ്ഥലം തന്നെ ഒരുപാട് ലോങ് അടിക്കുന്ന പോലെ ആയിരിക്കും നമ്മളോട് ചുറ്റിച്ചു ചുറ്റിച്ചു പോകുന്ന പോലെ. അപ്പൊ ബുദ്ധിയുള്ള നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടാന്ന് പറഞ്ഞിട്ട് നടക്കണം. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കണം. എന്നിട്ട് ഏകദേശം എത്ര ഉണ്ട് നോക്കണം. എന്നിട്ട് നടക്കണം. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ലക്ഷ്മി നായരുടെ. അപ്പോൾ അവരാണ് ഈ ബൊമ്മ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങുമ്പോൾ കുറച്ചുകൂടി കുറവ് റേറ്റിൽ കിട്ടും ഡയറക്റ്റ്. കാരണം ഇത് കടയിൽ വാങ്ങുമ്പോൾ റേറ്റ് കൂടും. അവരോട് ചോദിച്ചു ബൊമ്മ ഉണ്ടാക്കുന്ന പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നല്ല ദൂരെ, വേറെ ചെന്നൈ പോണ്ടിച്ചേരി ഇവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അത് വേറെ ബൊമ്മ. അവര് പറഞ്ഞത് അവര് അങ്ങനെ പറഞ്ഞു. അത് കടയത്ത് ആൾറെഡി. മറ്റേത് ശരിയാണ്, വില്ലേജിലാണുള്ളത്. ആ വില്ലേജിലേക്ക് പോകാനാണ് അവർ 10 കിലോമീറ്റർ. എന്താ അരൈമനെ. അത് ഞങ്ങൾ വീണുണ്ടാക്കുന്ന സ്ഥലം മിസ്സായിട്ടോ. അത് ശരിക്കും കാണണം വിചാരിച്ചു. അത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മുടെ മറ്റേ മ്യൂസിയം ഭാഗത്താണ് മെഡിക്കൽ കോളേജ്. ആ വീണുണ്ടാക്കുന്ന സ്ഥലം അത് മിസ്സായി. അതുപോലെ പെയിന്റിങ്സ്, ആ ഗോൾഡൻ പെയിന്റിങ്സ്, ഗോൾഡൻ്റെ എന്തോ സംഭവം വെച്ചിട്ടുണ്ടാക്കുന്ന പെയിന്റിങ്സ് അത് മിസ്സായി. അത് കാണാൻ വെച്ചു. ഇത് കണ്ടോ ചന്ദ്ര? പല്ല്. ഞാൻ വീണ്ടും സെയിം കുപ്പായത്തിൽ. എന്റെ സ്പ്രേ കുളിക്കാതെ കൂട്ടി എന്റെ സ്പ്രേ ഒക്കെ അടിച്ചു. ഞാൻ കുളിച്ചു ഗൈസ്, വെറുതെ പറയണം. കഴിഞ്ഞു. ഇനി നമ്മുടെ ട്രിപ്പ്, ഇനി അടുത്ത ട്രിപ്പ് എവിടേക്കാണ്? അടുത്ത ട്രിപ്പിലേ അവള് കുളിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകണേ. ഞാനങ്ങനല്ല. ഇനി എവിടേക്കാ? ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു ഡോറ? ഇനി വീട്ടിലോട്ട്. ഇനി ആക്ച്വലി ഇപ്പോൾ ട്രെയിൻ കയറി കഴിഞ്ഞാൽ രാവിലെ പൊളിച്ച് 3 മണിക്ക് എത്തുള്ളൂ. ഇനി അവിടെ നമ്മൾ കുറച്ച് 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വേണം. ഇന്നലെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. ഇന്ന് ആരും വിളിച്ച് സംസാരിക്കാനുള്ള ഒരു എനർജി ഉണ്ടായിരുന്നില്ല. പിന്നെ മടുത്തു. രാവിലത്തെ ആ വീഡിയോ ഡിലീറ്റിന് ശേഷം ഞങ്ങൾ ടോട്ടലി അപ്സെറ്റ് ആയിപ്പോയി. പിന്നെ ആരെ വിളിച്ച് എന്ത് സന്തോഷം പറയാൻ, ഉള്ള വീഡിയോ ഒക്കെ പോയിട്ട് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗ് ഞങ്ങളുടെ അടുത്ത ട്രിപ്പിനായിരിക്കും. അല്ല, ട്രെയിനിനുള്ളത് നീ എടുക്കും. അതെടുക്കും. നെക്സ്റ്റ് വ്ളോഗ് വരുന്നത്
നെക്സ്റ്റ് വ്ളോഗ് നമ്മൾ ഇനി ഞങ്ങൾ അഗസ്ത്യ കൂടെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. വേണ്ടത് പറയണ്ട, കട്ടി പറയണ്ട. ആക്ച്വലി ഞങ്ങൾ നവംബർ 12, 13, 14 ആ ടൈമിനാണ്, ആ ഡേറ്റ്സിനാണ് ഞങ്ങൾ നാളെ 14 പുലർച്ചെ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതാണ്. 14-ാം തീയതി വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ്. ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ്. ഹസ്ബൻഡിന് ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിയാണ്ട് ലഡാക്കിലോട്ട് വിട്ടിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇക്കാൻ്റെ കയ്യിൽ അത് കിട്ടുമല്ലേ എന്നാണ് എനിക്ക് പറയാൻ വന്നത്. ഈ വ്ളോഗ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് ഒരു 6 മാസം ആവും. അത് ശരിയാണ്. വി ആർ വെരി ബിസി. വീട്ടില് ഭയങ്കര പണി. അപ്പൊ അങ്ങനെയാണ് അപ്ലോഡ് ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ട്രൈപോഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്, സെൽഫി എല്ലാ ബാഗിലുണ്ട്. ഞങ്ങളുടെ ഹാൻഡ് മതി. ആക്ച്വലി പറഞ്ഞു വന്നത് എന്തായിരുന്നു? അപ്പൊ നീ കുറെ നേരമല്ലോ കുറെ ആക്ച്വലി പറഞ്ഞു. ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവൾക്ക് ഫോട്ടോ ഇടാനായിട്ടൊരു ത്വര. അപ്പൊ ഞാൻ പറഞ്ഞു സുഖം ഫോട്ടോ ഇടണ്ട, ഫോട്ടോ ആ സ്റ്റേറ്റസ് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകളിലേക്ക് നമ്മൾ കണ്ണ് വെക്കും. എനിക്കത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. 3-4 തവണ ട്രിപ്പ് പോയപ്പോൾ ഞാനാണെങ്കിൽ ആക്രാന്തം പിടിച്ച ഫോട്ടോസൊക്കെ സ്റ്റേറ്റസ് വെക്കും. ഈ ട്രെയിനിൽ വെക്കണ മാതിരി ഫോട്ടോസ് വെക്കും. അപ്പോഴത്തേക്കും കൈ വേണ്ടി അപ്പോഴത്തേക്കും അവരിങ്ങനെ നിങ്ങൾ എപ്പോഴും യാത്ര ചെയ്താണോ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അവരിങ്ങനെ ഒരു ഏങ്ങലുണ്ടാവും. നെഗറ്റീവായിട്ട് ഫീൽ ആവാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഫോട്ടോ കാണുമ്പോൾ പെട്ടെന്ന് അവര് എവിടെ പോയി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നാരങ്ങ, മുളക്, പിന്നെ ഇതങ്ങോട്ട് വേഗം അയച്ചു കൊടുക്കും. പക്ഷെ പക്ഷെ എന്നാലും നമുക്ക് പെടിയിട്ടു. അവര് വിചാരിക്കും ഇതേതോ സ്ഥലത്തിന്റെ പേരാണ്. അങ്ങനെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയ ആൾക്കാർ ഒന്ന് സൂക്ഷിക്കുക. അയ്യോ, അവർക്ക് കറക്റ്റ് മതി. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസ് ഇപ്പോൾ അവള് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി വെച്ചോ, അധികം സ്ഥലം അറിയാത്ത മാതിരി. പിന്നെ ഞാനൊക്കെ വെച്ചോ. അത് ഞാൻ പറഞ്ഞത് പാലക്കാട് എത്തി ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടിട്ടാ മതി. ഇതാണ് ഞാൻ പറയാം. ഇല്ല, നീ നേരെ വീട്ടിലേക്കല്ലേ, അവിടെ പ്രൊട്ടക്ഷൻ എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ എത്തി. ട്രെയിനിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നെഗറ്റീവ്? ഞാൻ അത്ര നെഗറ്റീവ്. പക്ഷേ എനിക്ക് നെഗറ്റീവായിട്ട് പലതവണ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടി മറ്റേ തത്ത ജോലിസി ഉണ്ടല്ലോ, തത്ത ജോലിസി 2 പ്രാവശ്യം നോക്കി. ആദ്യം ഒന്ന് നോക്കി. അതിൽ ഈ കുട്ടിയോട് എന്ത് പറഞ്ഞു? നാഗത്തിന്റെ ശാപമുണ്ട് എന്നുള്ള രീതിയിൽ, ശാപല്ല പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ, നാഗദോഷം. നാഗദോഷം. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്താൽ മതി, 1500 രൂപ തന്നാൽ മതി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കൈയായിട്ട് കണ്ണിങ്ങനെ അങ്ങനെ. അപ്പോൾ വേണ്ട ശരി എന്നുള്ള രീതിയിൽ റിട്ടേൺ അടിച്ചു വന്നു. പിന്നെ അതിന് ശേഷം എവിടെ പോയാലും എനിക്ക് നാഗദോഷമുണ്ട്. അപ്പം ഞാൻ നാഗകന്യകയുടെ ടൂണൊക്കെ ഇട്ട് കൊടുക്കും. ഇന്ന് ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ചേട്ടൻ ഇതേപോലെ കത്തനെ പിടിച്ചിരിക്കും. അപ്പം ഞാൻ വേഗം അവിടെ പോയി നിന്ന് ചോദിച്ചപ്പോൾ അയാൾ വിചാരിച്ചു എനിക്ക് നോക്കാനാണ്. പക്ഷെ ഞാനല്ല, ഞാൻ ഈ കുട്ടീനെ കൊണ്ട് നോക്കിപ്പിച്ചു. അപ്പോൾ ശിവനാ വന്ന് നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാ നല്ല കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ദോഷമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അതിന് ശേഷം പിന്നെ ഇവിടെ നാഗത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത് തന്നെ വിലയിരുത്തുക. അയ്യോ അങ്ങനെയാവും ഇങ്ങനെയാവും. അത് നെഗറ്റീവാണ്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. എപ്പോഴും നെഗറ്റീവ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവിലേക്ക് വരും. സുഹാന, എപ്പോഴും നെഗറ്റീവ് നടന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവിൻ്റെ കൂടെ ഒരു പോസിറ്റിവിറ്റി കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. നമ്മളെ കൊണ്ട് പറ്റണം, മറ്റുള്ളവർ തരണമെന്നില്ല, നമ്മളെ കൊണ്ട് തന്നെ പറ്റണം. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ എത്തി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ഹോണടിയൊക്കെ. ഇനി ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് മറ്റേ ഗെയിമൊക്കെ കളിക്കായിരുന്നു ഇങ്ങനെ വെച്ചിട്ട്. ഇങ്ങനെ വെച്ചിട്ടേ ഇതിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും അങ്ങനെ കുറേ പേരുണ്ട്. ഫുഡ് ചലഞ്ച് അങ്ങനെ. അത് ഞങ്ങൾ വേറൊരു ടൈമിൽ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കണ ഏതെങ്കിലും കാമൻ ആയിട്ടുള്ള പാലക്കാട് റെസ്റ്റോറൻറ്റ് പോയിട്ട് നമുക്ക് ചെയ്യാം. പാലക്കാട് റെസ്റ്റോറൻറ്റിൽ നമുക്ക് പോകണം. ഇല്ല എന്നാൽ നീ വീട്ടിൽ ഓക്കെ എന്നാൽ ബൈ. നമ്മുടെ ട്രെയിൻ എത്തി എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കയറിയ ശേഷം ഞങ്ങളുടെ ഫുഡിനെ കുറിച്ചും കൂടി പറയട്ടെ. ഏകദേശം എത്തി. ഫുഡിൻ്റെ കാര്യം നമ്മൾ ഫുഡ് അടിക്കുമ്പോൾ. ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. S5-ലാണ് ഞങ്ങളുടെ സീറ്റ് ഉള്ളത്. ഒരു മിഡിലും അപ്പറും S9.